Hi everyone, this is Vinci from Evica. അങ്ങനെ നമ്മുടെ iOS 18.4ൻ്റെ ഒരു പുതിയ ബീറ്റ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 519 MB എൻ്റെ ഐഫോൺ 11-ൽ വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും 1 GB അടിയിലായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരാനുള്ള ചാൻസ് ഉള്ളത്. അതോടൊപ്പം മേക്ക് ഷുവർ iOSൻ്റെ ബേറ്റ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതേപോലെ നിങ്ങൾക്ക് ബേറ്റാസ് ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒഫീഷ്യൽ അപ്ഡേഷൻ മാത്രമാണ് ലഭിക്കുക. സോ ഈ ഒരു അപ്ഡേഷൻ്റെ കൂടെ തന്നെ ആപ്പിൾ കുറേയധികം പുതിയ ബേറ്റാസും റിലീസ് ചെയ്യുന്നുണ്ട്. വാച്ച് OS, മാക് OS, tvOS, വിഷൻ OS എന്നിങ്ങനെ കുറച്ചധികം പുതിയ ലിസ്റ്റ് ഓഫ് ബേറ്റാസും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. തുടക്കം തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ സെറ്റിങ്സിലേക്ക് പോകാം. ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 18.4 22E5232A എന്ന. സോ ഈ ഒരു A ആൽഫബറ്റ് വന്നുകൊണ്ട് തന്നെ നമ്മൾ ഒഫീഷ്യൽ അപ്ഡേഷൻ്റെ അടുത്തെത്തുന്നതാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് ഒരു പുതിയ മോഡേൺ ഫോമിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഇതിൽ റിസോൾവ് ആവാനുള്ള ചാൻസും നല്ല കൂടുതലാണ്. എല്ലാവർക്കും ഇല്ല, ഡിപ്പെൻഡിങ് ഓൺ ദ ഡിവൈസ് ആ ഒരു മോഡേൺ ഫേംവർക്ക് അപ്ഡേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ മോർ ഓവർ പുതിയ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതിനോട് കൂടുതൽ ഈ ഒരു ബേറ്റയിൽ ആപ്പിൾ ബഗ് ഫിക്സ് ആണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഈ പറഞ്ഞ ഡബിൾ ടാപ്പിൽ വന്നിരുന്ന ഒരു ബാനർ ആപ്പിൾ മാറ്റിയിട്ടുണ്ട്. നേരെ സെറ്റിങ്സിലേക്ക് പോകാം. അവിടെ ആക്സസിബിലിറ്റി ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ടച്ച് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നമുക്ക് ബാക്ക് ടാപ്പ് എന്ന ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നായിരുന്നു. നേരെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. ബാക്ക് ടാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ബേറ്റ 3-ലുണ്ടായ ആ ഒരു ഷോ ബാനർ എന്ന ഓപ്ഷൻ ആപ്പിൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യാണ്. ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ എൻ്റെ ഹോമിലേക്ക് പോയി. പക്ഷേ നേരത്തെ വന്ന ഒരു ബാനർ ഇവിടെ കാണുന്നില്ല. ആ ഒരു ചെറിയ നോട്ടിഫിക്കേഷൻ ബാനർ ആപ്പിൾ ഈ ഒരു അപ്ഡേഷന് റിമൂവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു ഓപ്ഷൻ അവിടെ ഇല്ലാത്തതിനാണ് നല്ലത്. കാരണം ആരും ആ ഒരു ഷോ ബാനർ എന്ന പെർട്ടിക്കുലർ ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യാറില്ല. സോ അത് റിമൂവ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അടുത്ത വന്നൊരു ബഗ് ഫിക്സ് ആണ് നോട്ടിഫിക്കേഷൻ ബഗ് ഫിക്സ് എന്ന് പറയുന്നത്. കുറേയധികം കൂട്ടർക്ക് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴും അതേപോലെ നോട്ടിഫിക്കേഷൻ താഴത്തേക്ക് പോകുമ്പോഴും ചെറിയ ബഗ്ഗുകൾ ഫീൽ ചെയ്തായിരുന്നു. ആ ഒരു ബഗ് ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. സോ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാനും ബാക്കി കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ബഗ് നല്ല രീതിക്ക് കൂട്ടുകാർക്ക് ഫീൽ ചെയ്തായിരുന്നു. ആ ഒരു ബഗ് ഈ ഒരു അപ്ഡേഷൻ റിസോൾവ് ചെയ്തതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അതോടൊപ്പം മേജറായിട്ട് വന്ന വേറൊരു ബഗ് ഫിക്സ് ആണ് ക്യാമറ സ്റ്റക്ക് എന്ന് പറയുന്നത്. കുറേയധികം കൂട്ടുകാർക്ക് ഇൻക്ലൂഡിങ് എനിക്ക് ഉൾപ്പെടെ ക്യാമറ സ്റ്റക്കിൻ്റെ ആ ഒരു ബഗ് നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. iOS 18.3.2-ലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ iOS 18.4-ലെങ്കിലും ഈ പറഞ്ഞ ക്യാമറ ബഗ് നല്ല രീതിക്ക് കുറയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അങ്ങനെ കുറഞ്ഞാൽ മാത്രമാണ് ആപ്പിളിൻ്റെ ക്യാമറക്കും അതേപോലെ ക്യാമറ റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കുറേ ആപ്ലിക്കേഷൻസിനും ആ ഒരു ബഗ് നമുക്ക് നീണ്ടുപോകും. വാട്സാപ്പ്, സ്നാപ്ചാറ്റ് എന്നീ പറഞ്ഞ എല്ലാ ക്യാമറ യൂസ് ചെയ്യുന്ന ബഗ്ഗുകൾക്കും ആ ഒരു സെയിം ബഗ് പെർസിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത വന്ന ഒരു ബഗ്ഗാണ് കാർപ്ലേ ബഗ് എന്ന് പറയുന്നത്. iOS 18.4-ൻ്റെ ബീറ്റ 3-ൽ ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്റ്റ് ആയി പോകുന്ന ഒരു ബഗ് നമുക്കുണ്ടായിരുന്നു. ആ ഒരു ബഗ് ഈ ഒരു അപ്ഡേഷൻ റിസോൾവ് ആയിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഈ ഒരു അപ്ഡേഷൻ്റെ ഡെവലപ്പേഴ്സ് ഫീഡ്ബാക്ക് നമുക്ക് ജസ്റ്റ് നോക്കാം. നേരെ ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോകാം. ഇവിടെ iOS 18.4-ൻ്റെ ആ ഒരു ബീറ്റ ഓപ്ഷൻസ് എടുക്കാം. ഇവിടെ കുറേയധികം റിസോൾവ് ഇഷ്യൂസും ന്യൂ ഇഷ്യൂസും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കുറച്ചധികം ന്യൂ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതേപോലെ ആപ്പിൾ ഇൻ്റലിജൻസിൽ കുറച്ചധികം റിസോൾവ് ഇഷ്യൂസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് വിഷൻ പ്രോവിൻ്റെ ആപ്ലിക്കേഷനിൽ ഒരു പുതിയ നോൺ ഇഷ്യൂസ് നമുക്ക് കാണാൻ പറ്റും. കുറച്ച് താഴത്തേക്ക് പോകുമ്പോഴത്തേക്കും നിയർ ബൈ ഇൻട്രാക്ഷൻസിൽ നമുക്കൊരു പുതിയ ഫീച്ചറും വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ നിയർ ബൈ ഇൻട്രാക്ഷൻ എവിടെയെന്ന് വെച്ചാൽ നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിൽ പോയി കണ്ടിട്ട് നേരെ നമ്മുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ എടുക്കാം. താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെയാണ് ഈ പറഞ്ഞ നിയർ ബൈ ഇൻട്രാക്ഷൻസ് എന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ അൾട്രാ വൈഡ് ബാൻഡ് യൂസ് ചെയ്തുകൊണ്ട് ബ്ലൂടൂത്തും യൂസ് ചെയ്തുകൊണ്ട് ഐഫോണും ബാക്കിയുള്ള കാര്യങ്ങളും കുറച്ചധികം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ പറഞ്ഞ നിയർ ബൈ ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത്. നിയർ ബൈ കൺട്രോളിങ്ങിന് വേറെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ആപ്പിൾ ഓൾറെഡി തരുന്നുണ്ട്. സോ ഇതൊരു പുതിയ ഫീച്ചർ അല്ല, പക്ഷേ ഈ ഒരു ഫങ്ഷണാലിറ്റിയിൽ പുതിയൊരു ഫീച്ചർ ആപ്പിൾ ആഡ് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ. ആൻഡ് താഴത്തേക്ക് നോക്കുമ്പോൾ നോട്ടിഫിക്കേഷൻസിലും റിസോൾവ് ഇഷ്യൂസ്
കാണിക്കുന്നുണ്ട്. സിറിയിൽ ഒരു റിസോൾവ് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. സ്റ്റോർ കിറ്റിൽ കുറച്ചധികം പുതിയ ഫീച്ചേഴ്സാണ് ആപ്പിൾ കാണിക്കുന്നത്. നമുക്ക് മോറോവർ വേണ്ടത് ഈ പറയുന്ന റിസോൾവ്ഡ് ഇഷ്യൂസാണ്. ആൻഡ് ഈ പറയുന്ന റിസോൾവ്ഡ് ഇഷ്യൂസ് വന്നാൽ മാത്രമാണ് ഒരു യൂസറിന് ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള OS എക്സ്പീരിയൻസ് തരാൻ സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ iOS 18.4 എന്നാണ് ഒഫീഷ്യൽ റിലീസ് ആവുന്നത് വെച്ചാൽ മിക്കവാറും ഈ പറഞ്ഞ ഏപ്രിൽ 7-ാം തീയതി ആയിരിക്കും ഒഫീഷ്യൽ റിലീസ് വരാനുള്ള ചാൻസ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്കവാറും അടുത്ത വീക്ക് നമുക്ക് iOS 18.4ൻ്റെ പുതിയ ഒരു ബിൽഡ് ഒന്നെങ്കിൽ ബീറ്റ 5 അല്ലെങ്കിൽ RC വരാനുള്ള ചാൻസ് ഉണ്ട്. വിത്ത് സെയിം ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ബിൽഡ് നമ്പർ ആയിരിക്കും അടുത്തത് വരാൻ പോകുന്നത്. അല്ല RC ആണെങ്കിൽ മാത്രമായിരിക്കും ഈ പറഞ്ഞ എന്ന ബിൽഡ് നമ്പർ മാറി മിക്കവാറും ഈ പറഞ്ഞ ഫൈനൽ വീക്കിലോ അല്ലെങ്കിൽ ഏപ്രിൽ 1st വീക്കിലോ ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഏപ്രിൽ 7th ഒഫീഷ്യൽ അപ്ഡേഷൻ iOS 18.4ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ നമുക്ക് കിട്ടാനുള്ള ചാൻസ്. അതോടൊപ്പം തന്നെ മാർച്ച് അവസാനമാകുമ്പോൾ മിക്കവാറും WWDC 2025ൻ്റെ ഇൻവൈറ്റ്സും നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ലാസ്റ്റ് ഇയർ നമുക്ക് 2024 WWDCയുടെ ഇൻവൈറ്റ്സ് വന്നത് ഇതേപോലെ മാർച്ച് അവസാനമായിരുന്നു. സോ അങ്ങനെ വരികയാണെങ്കിൽ ജൂണിലായിരിക്കും ഈ പറഞ്ഞ WWDC 2025 നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ കൊല്ലം 10-ാം തീയതി ആയിരുന്നു. മിക്കവാറും ഈ ഒരു കൊല്ലം 9-ാം തീയതി ഈ പറഞ്ഞ ജൂൺ 9-ാം തീയതി ആയിരിക്കും പുതിയ WWDC 2025 നടക്കാൻ പോകുന്നത്. സോ iOS 19, watchOS 12, macOS 16 എന്നിങ്ങനെ കുറേയധികം പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. macOSും watchOSും iOS ഒക്കെ കൂടുതലും റിഫൈൻ ചെയ്യാനും നല്ലൊരു റീഡിസൈനിങ്ങുമാണ് ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. മേ ബി ആ ഒരു അപ്ഡേഷനിൽ നല്ലൊരു ബഗ് ഫ്രീയും അതേപോലെ തന്നെ ഏറ്റവും നല്ലൊരു യൂസർ ഇൻ്റർഫേസും നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. സോ ഈ ഒരു അപ്ഡേഷനിൽ പെർഫോമൻസും ബാക്കി കാര്യം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇത്രയും നേരം യൂസ് ചെയ്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് ഈ ഒരു അപ്ഡേഷനിൽ എനിക്ക് പെർഫോമൻസ് ഫീൽ ചെയ്യുന്നത്. ക്ലട്ടറിങ്ങോ ബാക്കി ഒരു ഇഷ്യൂസോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ ബൂട്ടപ്പും ബാക്കി കാര്യങ്ങളും നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ അപ്ഡേഷനിൽ പെർഫോമൻസ് ഈസ് ഓക്കെ. ആൻഡ് ഹീറ്റിംഗ് ഇഷ്യൂ ഇത്രയും നേരം ഞാൻ യൂസ് ചെയ്തിട്ടും എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ ബാക്കി ഫങ്ഷണാലിറ്റീസിനോ യാതൊരു പ്രശ്നവും ഫീൽ ചെയ്യുന്നില്ല. ഔട്ട്ഡോർ യൂസ് ചെയ്താൽ മാത്രമാണ് ഈ പറഞ്ഞ ഹീറ്റിംഗ് ഇഷ്യൂടെ കുറച്ച് എക്സ്റ്റെൻസീവായ ഒരു ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ. ബാറ്ററി അഫ്കോഴ്സ് എനിക്ക് ഇപ്പോൾ 67% എൻ്റെ റിമൈനിങ് ബാറ്ററി എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ബാറ്ററി ഹെൽത്ത് അത്യാവശ്യം നല്ലൊരു മോശം സ്റ്റേറ്റിൽ തന്നെയാണ്. കാരണം ഇതിപ്പോൾ റിപ്പയർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും സർവീസ് ഓപ്ഷൻ ഓൾറെഡി ഇവിടെ കാണിച്ചിട്ടുണ്ട്. കാരണം ഇതെൻ്റെ സെക്കൻഡറി ഡിവൈസ് ആണ്. അതോടൊപ്പം ബാറ്ററി അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. സോ എൻ്റെ ബാറ്ററി ഹെൽത്ത് അനുസരിച്ച് നിങ്ങൾ കമ്പയർ ചെയ്തത് നിങ്ങൾക്ക് ഡെയിലി ഉണ്ടാകുന്ന ആ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് ആ ഒരു യൂസബിലിറ്റി അനുസരിച്ചാണ് ബാറ്ററി നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടത്. സോ ഈ ഒരു iOS 18.4ൻ്റെ പുതിയ ബീറ്റ വീഡിയോയിൽ നിങ്ങൾ കുറേ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തുക. ഇതേപോലെ ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും റെഗുലറായിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഈസ് Jabin Xavier signing from Edika.